ഗരം മസാല പൗഡർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഞാനിത് ചൂടാക്കാൻ വേണ്ടി ഒരു പഴയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പഴയ പാനാണ് യൂസ് ചെയ്യാറ്. ഈ ടേബിൾ സ്പൂണിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കാണിച്ചു തരാം. ഇതൊരു ടേബിൾ സ്പൂണാണ്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ പട്ട നുറുക്കിയത് എടുത്തിരിക്കുകയാണ്. മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നുറുക്കിയെടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പട്ട, 3/4 ടേബിൾ സ്പൂണോളം ജാതിപത്രി, 3/4 ടേബിൾ സ്പൂണോളം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗ്രീൻ കളറിലുള്ള ഏലക്കായ എടുത്തിട്ടുണ്ട്. കറുത്ത ഏലക്കായ 3 എണ്ണം, 2 സ്റ്റാർ സ്പൈസ് അഥവാ തക്കോലം, ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഒരു ചെറിയ ഉരുളിലിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് മിക്സിയിലിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചിട്ടാൽ നമുക്ക് പെട്ടെന്ന് ഇത് മിക്സിയിൽ നിന്ന് പൊടിഞ്ഞ് കിട്ടും. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അതായത് ക്യൂമിൻ സീഡ്, 1 ടേബിൾ സ്പൂൺ ഷാജീര. ഇത് നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. ഇതാണ് നല്ലൊരു മണം ഇതിന് കൊടുക്കുന്നത്. കാരവേ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ അല്പം ബേ ലീവ്സ് വേണം. ഞാനിവിടെ 8 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് അവസാനം ചേർക്കാം. ഇത് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മാറ്റി വെക്കാം. പിന്നെ നാട്ടിലാണെങ്കിൽ കസ്കസ് കിട്ടുകയാണെങ്കിൽ അതും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്താൽ നല്ലതായിരിക്കും. ഇവിടെ അത് വാങ്ങിക്കാൻ കിട്ടില്ല. ഇതിനി അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. 1-2 മിനിറ്റോളം ചെറിയ തീയിൽ ഇത് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ പാടില്ല, കാരണം അത്രയും ചെറിയ ചൂട് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം. ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു അലൂമിനിയം ഫോയിലിലേക്ക് തണുക്കാൻ വേണ്ടി 1-2 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഇത് നമുക്ക് ബോട്ടിലാക്കി അടച്ചു വെക്കാം. ഇതിവിടെ തണുത്ത് കഴിഞ്ഞു. ഇത് ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്. ഇതിങ്ങനെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. നന്നായിട്ട് ടൈറ്റിൽ മൂടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മണമൊന്നും നഷ്ടപ്പെടില്ല. ഇതൊരിക്കലും തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ച് ഇതിൻ്റെ മണം നഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് എന്തായാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൗഡറിന് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു.